ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SSC CGL 2026 എക്സാം എന്ന് പറയുന്നത് സെക്ഷണൽ ടൈമിംഗ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ. അതായത് നമുക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK ഇതെല്ലാം 15 മിനിറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇനി തൊട്ട് എഴുതേണ്ടത്. അപ്പം ഇംഗ്ലീഷും GKയും സംബന്ധിച്ച് 15 മിനിറ്റ് വർത്താണ് നമുക്ക് 25 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം കിട്ടും. പക്ഷേ നമുക്ക് ടൈം കിട്ടാത്ത വിഷയം ഏതാണ്? QAയും റീസണിങ്ങും ആണ് അല്ലേ. അപ്പൊ QAയിൽ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കാം എന്നൊരു ടോക്ക് ഉണ്ട്, ബട്ട് നമുക്ക് അറിയത്തില്ല. CPO കുറച്ച്, അതായത് നമ്മൾ നോർമലി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടുവന്ന ക്വസ്റ്റ്യനെ കാട്ടി കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു എക്സാം. ഈ സെക്ഷണൽ ടൈമിങ് വരുമ്പോൾ നമുക്ക് അറിയില്ല എന്താന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 15 മിനിറ്റിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ളത്? 25 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. സോ 15 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 1 മിനിറ്റ് പോലും നമുക്ക് ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കണക്കിൽ, അതായത് QAയിൽ നമ്മൾ കുറച്ച് കാൽക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, നോർമൽ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ 25 ക്വസ്റ്റ്യൻ, ഒരു 20 ക്വസ്റ്റ്യൻ പോലും നമുക്ക് പോട്ടെ, ഒരു 15 ക്വസ്റ്റ്യൻ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ റീസെൻ്റ്ലി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? GK ഇംഗ്ലീഷിനും ഒക്കെ ടൈം എക്സ്ട്രാ കിട്ടുമ്പോൾ അത് നമ്മൾ മാത്സിൽ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ബട്ട് ഇത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. സോ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ഓരോ കാര്യങ്ങളും, ട്രിക്കും കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾ ടൈം അലോക്കേറ്റ് ചെയ്യണമെന്നുള്ളത്. അതിൽ ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു 15 to 20 മിനിറ്റ്സ് കാൽക്കുലേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാൽക്കുലേഷൻ, അതൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേണ്ടത്, ബേസിക് ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 4 കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കണം. ഒന്നെന്ന് പറയുന്നത് ടേബിളാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു 30 വരെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അത് നമുക്ക് ഒരു 20 റേഞ്ച് നമ്മളെല്ലാവരും സ്കൂൾ ഘട്ടങ്ങളിൽ പഠിച്ച കാര്യമാണ്. 21 to 30 വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. 20 വരെയുള്ള ടേബിൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം 21 തൊട്ട് 30 വരെയുള്ളതും കൂടി എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം. അതുപോലെ തന്നെ സ്ക്വയർ ഏകദേശം എല്ലാവർക്കും അറിയാൻ വഴിയുണ്ട്. 30 വരെയുള്ള സ്ക്വയർ നമ്മൾ SSCക്ക് പഠിക്കണം. മിനിമം ആണ്, ഇതെല്ലാം ബേസിക് മിനിമം റിക്വയർമെൻ്റ് ആണ്. ഇതിൽ കൂടുതൽ പഠിച്ചാലും നിങ്ങൾക്ക് വർത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യൂബ് ആയിരിക്കണം. ക്യൂബ് എനിക്ക് തോന്നുന്നു ഈ 30 വരെയുള്ള ക്യൂബ് ഓർത്ത് വെക്കാൻ പാടുള്ളവർ അറ്റ്ലീസ്റ്റ് 20 വരെയുള്ള ക്യൂബെങ്കിലും പഠിച്ച് വെക്കണം. ഓക്കെ, ഈ ക്യൂബ് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ക്യൂബിൻ്റെ ആപ്ലിക്കേഷൻ കൂടുതൽ വരുന്നത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിൽ ക്യൂബ്, സ്ക്വയർ വരുന്നതെല്ലാം കൂടുതലും കോമ്പൗണ്ടിനകത്ത് വരാറുണ്ട്. അപ്പോൾ ക്യൂബ്സ് ഒരു 20 വരെങ്കിലും മിനിമം, 30 വരെ ആണ് വേണ്ടത്. അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 20 വരെങ്കിലും എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ ആണ്. നമുക്കറിയാമല്ലോ പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ വാല്യൂസ് മസ്റ്റ് ആണ്. റേഷ്യോ എന്നുള്ള ചാപ്റ്റർ, പെർസെൻറ്റേജ് എന്നുള്ള ചാപ്റ്റർ, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, പിന്നെ ഏത് ചാപ്റ്റേഴ്സ് ആടാ? ഈ ഒരുപാട് ചാപ്റ്റേഴ്സ് ഈ പെർസെൻറ്റേജിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പോയിന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതായത് 33.33%, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 അല്ലേ. അതുപോലെ 66.66%, ഇതെന്താണ്? 2/3 ആണ്. ഓക്കെ, അതുപോലെ 14.27%, ഇതെന്താണ്? 1/7. ഓക്കെ, 28 സംതിങ് വരുന്നത് എന്താ? 2/7. ഈ വാല്യൂസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യനകത്ത് കയറി വരാറുണ്ട്. സോ അതിൽ നമ്മൾ തന്നെ പഠിക്കുന്നത് ഇപ്പോൾ 1 എന്ന് പറയുന്നത് 100% ആണ്. ദെൻ 1/2 50% ആണ്. 1/3, 1/4, 1/6, 1/7, അങ്ങനെ നമ്മളൊരു 1/20 വരെ ഉള്ളത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അത് കൂടാതെ വരുന്നതാണ് ഈ വാല്യൂസ്. ഓക്കെ, 2/3, 1/3 നമ്മൾ പഠിക്കും. അപ്പോൾ അതിന് കൂടെ വരുന്ന 2/3. അതുപോലെ 1/8 എന്താ? 12.5.
അപ്പോൾ അതിൻ്റെ 3/8 37.5 ആ വാല്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് 4 കാര്യങ്ങൾ ഒരു SSC ആസ്പിറന്റ് എന്ന നിലയ്ക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട. എപ്പോൾ ചോദിച്ചാലും ഏതുറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 4 കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. അപ്പം ഇതിനു വേണ്ടി ടൈം എന്താ, ടൈം എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഇരിക്കട്ടെ. ബട്ട് ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ എന്തിനു വേണ്ടി ചിലവാക്കണം, ഡെയിലി, ഡേ 1 ഡേ 2 ഡേ 3 ഡെയിലി എന്ത് ചെയ്യണം, ഒരു 25 മിനിറ്റ് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ടേബിളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രിക്ക് ഉണ്ട് ടേബിളൊക്കെ പഠിക്കാൻ. ഇപ്പൊ 11ൻ്റെയൊക്കെ നമുക്കറിയാമല്ലോ, 11, അതുപോലെ 12ഉം 13ഉം, അങ്ങനെ ഒരുപാട് ടേബിൾസ് പഠിക്കാൻ ട്രിക്കും കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പല വേദിക് മാത്സിൻ്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് ആ ടേബിൾസ് എല്ലാം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കുക. ഈ ടേബിൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പണ്ട് പഠിക്കുന്ന പോലെ 1 × 12 12, 2 × 12 24, ഇങ്ങനെ 2 × 3 × 4 എന്നൊന്നും പഠിക്കാൻ നിൽക്കരുത്. നമുക്ക് ജസ്റ്റ് ആ നമ്പേഴ്സ് മാത്രം മതി. അതായത് 12, 24, 36, 48, 60, ഇങ്ങനെ ആ നമ്പേഴ്സ് ഒരു അപ് ടു 20 വരെ, അല്ലെങ്കിൽ ഒരു 12, 15 വരെ എന്ത് ചെയ്യുക, ഓർത്തിരുന്നാൽ മതി. അതായത് നമുക്കൊരു പെട്ടെന്നൊരു നമ്പർ കാണുമ്പോൾ 12ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടേബിൾ പഠിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുമോ, 8 × 12 എത്താ, അല്ലെങ്കിൽ 9 × 12 എത്താ, നമ്മളോട് ചോദിക്കുമോ, ഇല്ല. നമുക്ക് വേണ്ട എന്താ, ഈ ഒരു ടേബിളിനകത്ത് ആ നമ്പർ ഉണ്ട്, അതായത് 12ൻ്റെ മൾട്ടിപ്പിൾ അതാണ് എന്ന് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. സോ ആ നമ്പേഴ്സ് ഇപ്പോൾ 13ൻ്റെ ആകുമ്പോൾ 13, 26, 39, ആ നമ്പേഴ്സ് മാത്രം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. സോ ഡെയിലി 25 മിനിറ്റ്സ് കാൽക്കുലേഷന് വേണ്ടി മാറ്റി വെക്കണം. ഈ കാര്യങ്ങൾ ടേബിള്, സ്ക്വയർ, ക്യൂബ് എല്ലാ ദിവസവും റിവൈസ് ചെയ്ത് മറക്കാതെ പഠിച്ചു വെക്കുക. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമുക്ക് 4 ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസ് ഡെയിലി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 2 ഡിജിറ്റും എടുക്കുക, ദെൻ 3 ഡിജിറ്റും എടുക്കുക, ദെൻ 3ഉം 2ഉം എടുക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നോക്കുക. ഇപ്പോൾ അഡിഷൻ്റെ കേസ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 28ഉം 36ഉം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ ചോദിക്കുക. നമ്മളെങ്ങനെയാ, പഴയ പോലെ 28, 36, 6 12, 14, 64 എന്നാണോ എഴുതാൻ പോകുന്നത്? അല്ല, പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം പെട്ടെന്നാണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം. 28ന് 20 എടുക്കുക, 30ന് 36ന് 30 എടുക്കുക, 20, 30, 50 ദെൻ 8 ഉണ്ട് 6 ഉണ്ട്, 6 8 14 അറിയാലോ. സോ 50ഉം 14 എത്ര, 64. ഈ സെയിം പ്രൊസീജിയർ നമുക്ക് എന്തും ചെയ്യാം, 3 ഡിജിറ്റ് നമ്പർ വന്നാലും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 352ഉം 464. ഓക്കെ, അപ്പം നമ്മളെന്താ 400ഉം 300ഉം 700 വരത്തില്ലേ, 50ഉം 60ഉം 110 വരത്തില്ലേ, 6 4ഉം 6 വരും. എന്ത് ചെയ്താൽ മതി, അപ്പോൾ 7ഉം 110 അല്ലേ, 8ഉം 1ഉം 6ഉം. മനസ്സിലായോ? എഴുതി കൂട്ടാൻ നിൽക്കരുത്. ഓൾമോസ്റ്റ് എല്ലാ കണക്കുകളും നിങ്ങൾ മൈൻഡിൽ തന്നെ സെറ്റാക്കാൻ പഠിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? സോ അഡീഷൻ ഇതുപോലെ തന്നെയാണ് എന്ത്, സബ്ട്രാക്ഷൻ്റെ കേസ് വരുമ്പോൾ ഇപ്പോൾ നമുക്കിത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, 752 മൈനസ് 436. നമ്മളെങ്ങനെയാണ് പണ്ട് മൈനസ് ചെയ്യുക, ഇതങ്ങോട്ട് മാറ്റി 4 ആക്കി, 6, 1, 3 ഇങ്ങനെയല്ലേ നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇതല്ല നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 752ഉം 436ഉം അല്ലേ, ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാവുന്നത് 7 4 കുറച്ച് എത്ര, 3, 5ൽ നിന്ന് 3 കുറച്ച് എന്താ, 2, 2ൽ നിന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ, ഇല്ല, മൈനസ് വരും അല്ലേ. അപ്പോൾ ആ മൈനസ് അതുപോലെ തന്നെ ഇടുക, -4. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, -4നെ എന്ത് ചെയ്യുക, 4ൻ്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ ഏതാണ്, 0 വരുന്ന നമ്പർ എന്താ, 10 അല്ലേ. അപ്പോൾ 10ൽ 4 കുറച്ച് എത്ര വരും, 6 വരും. ഇതിൽ നിന്ന് ഒരെണ്ണം അങ്ങ് മൈനസ് ചെയ്താൽ മതി, 2 അതങ്ങ് 1 ആയിട്ട് മാറും. സോ ഉത്തരം എന്താണ്, 316. ഓക്കെ, അപ്പോൾ 752 436 കുറച്ചാൽ 316. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അതിപ്പോൾ 2 ഡിജിറ്റ് ആണെങ്കിലും 3 ഡിജിറ്റ് ആണെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കരുത്. വേണമെങ്കിൽ ഈ മെത്തേഡ് ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ 436 കഴിച്ചിട്ട് ബാക്കി എത്ര, അങ്ങനെയും ചെക്ക് ചെയ്യാം. ഇപ്പോൾ 436 വരുമ്പോൾ 440 എടുക്ക്,
440 എടുക്കുവാണെങ്കിൽ ബാക്കി 500 വരാൻ ഒരു 60 ഉണ്ട്. ദെൻ ബാക്കി 252. പിന്നെന്താ ഒരു 4 കുറവ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ 312. പിന്നെ 4 കൂട്ടുവാണെങ്കിൽ 316. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ? സോ അഡിഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ഈ രീതിയിൽ എളുപ്പത്തിൽ രീതിയിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാൻ. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം, മറന്നൊന്നും പോകത്തില്ല എന്നല്ല. ഡെയിലി എന്ത് ചെയ്യുക, ഇത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ എന്താ, ഇപ്പോൾ 3ന്റെ ടേബിൾ 3, 6, 9, 12 ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, എത്രത്തോളം സ്പീഡിൽ എഴുതാൻ പറ്റുന്നു അത്രത്തോളം സ്പീഡിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി പഠിക്കുക. അതിപ്പോൾ ഒരു അപ് ടു 100 വരെയുള്ള 3ന്റെ ടേബിൾസ് ജസ്റ്റ് സ്പീഡിൽ ഒന്ന് എഴുതി പോവാം. 2ന്റെ ടേബിൾ എഴുതാം, 7ന്റെ ടേബിൾ എഴുതാം, 6ന്റെ ടേബിൾ. അങ്ങനെ ഓരോ ദിവസവും ഓരോ ടേബിൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങളും ചെയ്തു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്പേഴ്സുമായിട്ട് ഫെമിലിയർ ആയതിനു ശേഷം കുറച്ച് സ്പീഡ് ഇംപ്രൂവ് ആവും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അഡിഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എളുപ്പമുള്ള മെത്തേഡ്. നേരത്തെ നമ്മൾ അഡിഷനകത്ത് പറഞ്ഞത് എന്താ, റൗണ്ട് ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ റൗണ്ട് ഓഫിൻ്റെ കാര്യമില്ല. 3 ഡിജിറ്റ് ആണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ട് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അടുത്തെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ടേബിൾ നിങ്ങൾ വൃത്തിയായിട്ട് നോക്കണം. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ഡെയിലി 2 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, 3 ഡിജിറ്റും 2 ഡിജിറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഇത് രണ്ടും എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക. ഇപ്പോൾ 2 ഡിജിറ്റിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ 12 × 14, ഇപ്പോൾ 12 × 30. ഓക്കെ, 12 × 30 നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്മൾ എഴുതി കൂട്ടാൻ നിങ്ങൾ നിൽക്കരുത്. 2 × 3 6. ഓക്കെ, ദെൻ എന്താ 3ഉം 2ഉം കൂടെ 1 × 3 3, 1 × 2 2, 3 + 2 5, ദെൻ 1 × 1 156. ശരിയല്ലേ? നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? 12 × 13 6 3 2 1 156. ഈ ഒരു സ്റ്റെപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ മൈൻഡിൽ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഇപ്പം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിക്കേ. 14 × 18 തനിയെ ചെയ്ത് നോക്കിക്കേ. അതുപോലെ 22 × 36 ഇതൊക്കെ ഒന്ന് തനിയെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഈ പറഞ്ഞ മെത്തേഡിൽ തനിയെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ 2 ഡിജിറ്റ് 3 ഡിജിറ്റ് 2 3 ഇത് രണ്ടും എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചുമ്മാ ഇരുന്ന് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കുക. അല്ലാതെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ വരുവാണെങ്കിൽ, അതായത് ഇപ്പോൾ 12 × 1.5 ഇതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 12 × 15 കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിന്റ് മാറ്റുവാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുത്. 1.5 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പോൾ 3/2 × 12 എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ 6 3 18. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ 13 × 1.5 അപ്പോൾ എന്താ വരിക? 13 × 3/2 എന്നാണ്. നമുക്കറിയാം 13ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 6.5. 6.5 × 3 ടൈംസ് എന്ന് വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 13 × 3 39. അതിൻ്റെ പകുതി എടുക്കുക. അതെത്രയാണ്? 19.5 ആണ്. സോ പോയിന്റ് വരുന്ന കേസ് 1.5 വരാം, 2.5 വരാം. എന്ന് പറഞ്ഞാൽ എന്താ? 5/2 ആണ്. ഓക്കെ, 3.5 വരാം എന്ന് പറഞ്ഞാൽ എന്താ? 7/2 ആണ്. 4.5 വരാം, എന്താണ്? 9/2 ആണ്. സോ ഈ ഡെസിമൽ വരുമ്പോൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതി. അല്ലാണ്ട് നമ്മൾ പഴയ ചെയ്ത പോലെ എഴുതാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ദെൻ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് 25ന്റെ മൾട്ടിപ്പിൾസ് വരുവാണെങ്കിലാണ് നമുക്ക് പാട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 25ന്റെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒരിക്കലും 25 × 64 കണ്ടുപിടിക്കാൻ നിൽക്കരുത്. 25 എന്ന് പറഞ്ഞാൽ 100/4 അല്ലേ? 100/4 × 64 ചെയ്യാം. അപ്പോൾ 4ഉം 64ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 4 × 16 അല്ലേ? സോ 16 2 0 വരും. ഒറ്റയടിക്ക് നമുക്ക് കിട്ടൂലോ. ദെൻ ഇതും അതുപോലാണ്. 100/4 × 248 6 2. അപ്പോൾ എത്ര വരും? 62 0 0. അപ്പോൾ 25 എവിടെയെങ്കിലും കാണുവാണെങ്കിൽ 100/4 ഇടാൻ ശ്രമിക്കുക. അതുപോലെ 50 കാണുവാണെങ്കിലോ 100ന്റെ പകുതി.
ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 25 ഇൻറ്റു 38 അവിടെ അപ്പം എന്ത് ചെയ്യും? 100/4 ഇൻറ്റു 38 എഴുതുവാണെങ്കിൽ 38ന്റെ പകുതി നമുക്കറിയാം 19 ബട്ട് വീണ്ടും പകുതി എടുക്കണ്ടേ? അതായത് ഈ നമ്പർ 4ന്റെ മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 50/2 എടുക്കുക. 50ന്റെ പകുതിയല്ലേ 25 ഇൻറ്റു എന്ത് ചെയ്യുക? 38 ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 19 കിട്ടും. 19 ഇൻറ്റു 5 നമുക്ക് ടേബിൾ നമ്മൾ പഠിക്കുന്നതല്ലേ, 95 അല്ലേ, 0 ഇട്ട് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ 25, 50, 35 വരാണെങ്കിൽ 70ന്റെ പകുതി, 45 വന്നാലോ 90ന്റെ പകുതി. മനസ്സിലാവുന്നുണ്ടോ? ദെൻ 65 വന്നാലോ 130ന്റെ പകുതി. അങ്ങനെ പകുതി എടുത്തോ അല്ലെങ്കിൽ 1/4 എടുത്തോ ടേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12ഉം 14. ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രത്യേകതയുണ്ട്. 12 എന്ന് പറഞ്ഞാൽ 13ൽ നിന്ന് 1 കുറയ്ക്കുന്നതും 14 എന്ന് പറഞ്ഞാൽ 13ൽ നിന്ന് 1 കൂട്ടുന്നതുമാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? A - Bയും A + Bയും ആണ്. ആണോ? അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താ? A² - B² എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ 169ൽ നിന്ന് 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 168 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? 12 ഇൻറ്റു 14 ചെയ്യേണ്ട. നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും. 13 1 കൂട്ടി 13ൽ നിന്ന് 1 കുറച്ചു. അപ്പോൾ 13ന്റെ സ്ക്വയർ 169, 169 1 കുറച്ചാൽ 168. ഓക്കെ അല്ലേ? അതുപോലെ ഇവിടെ എന്താണ്? 14ൽ നിന്ന് 1 കുറയ്ക്കുക, 14ൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ 14ന്റെ സ്ക്വയർ 196, 1 കുറയ്ക്കുകയാണെങ്കിൽ 195. പിടികിട്ടിയോ? സെറ്റായോ? ക്ലിയർ ആയോ? അതുപോലെ തന്നെ സ്ക്വയർ വരുന്ന കേസ്. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് പറയുവാണ് 15ന്റെ സ്ക്വയർ. എങ്ങനെയാ 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക? 5ന്റെ സ്ക്വയർ എന്താ? 25. ഓക്കെ. 1ന്റെ അടുത്ത നമ്പർ എന്താ? 2. 1 ഇൻറ്റു 2 എന്താ? 2. 225. 35ന്റെ സ്ക്വയർ എത്രയാണ്? 5ന്റെ സ്ക്വയർ 25. 3ന്റെ അടുത്ത സംഖ്യ 4. 4 ഇൻറ്റു 3 12. 1225. ഓക്കെ. 5 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ 18ന്റെ സ്ക്വയർ, ഏതൊരു നമ്പറിന്റെ സ്ക്വയർ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. 18ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 8ന്റെ സ്ക്വയർ എന്താ? 64 അതിൽ 4 എഴുതുക, 6 ഇവിടെ വെക്കുക. ഓക്കെ. ദെൻ 8 ഇൻറ്റു 1 ചെയ്യുക. 8 ഇൻറ്റു 1 എന്താണ്? 8. 8ന്റെ 1 ഇൻറ്റു 8 ചെയ്യുക. ദെൻ അതിൻ്റെ ഇരട്ടി എടുക്കുക. 8 ഇൻറ്റു 1 8 8ന്റെ ഇരട്ടി എത്ര? 16. 16ന്റെ കൂടെ 6 കൂട്ടിയാൽ 22 കിട്ടും. ആ റിമൈൻഡർ എഴുതുക. 1ന്റെ സ്ക്വയർ എന്താ? 1. 1ഉം 2ഉം കൂടെ കൂട്ടുവാണെങ്കിൽ 3. 324. അങ്ങനെ ഒരുപാട് ടിപ്സ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന 14ന്റെ സ്ക്വയർ അല്ല, 24ന്റെ സ്ക്വയർ. 24ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16. റിമൈൻഡർ 1. 4 ഇൻറ്റു 2 8. 8ന്റെ ഇരട്ടി 16. 16 1 17. 1 റിമൈൻഡർ വരും. 2ന്റെ സ്ക്വയർ 4. 4 1 കൂടെ കൂട്ടിയാൽ 5. 576. അപ്പോൾ ഏത് നമ്പറിന്റെ സ്ക്വയർ വന്നാലും ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 5ന്റെ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കാനും മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് സ്റ്റെപ്പ് ചെയ്യാതെ ചെയ്യാനും ഒക്കെ പഠിച്ചു കാണുമല്ലോ. അതുപോലെ ഇനി അടുത്ത വരുന്നതാണ് ഫ്രാക്ഷൻ ഒരേ കേസ് വരുന്ന ഡിനോമിനേറ്റർ വരുന്ന ആഡ് ചെയ്യാൻ. അങ്ങനെയൊക്കെ ഇത് കുറച്ച് കാര്യം മാത്രമേ പറയുന്നു. ഡീറ്റെയിൽ വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നത്? ഫ്രാക്ഷൻ എടുത്തു, അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റാനൊന്നും നിൽക്കരുത്. ഈ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുക. അപ്പോൾ അതായത് 19 1 20, 20 3 23, 23 22 45. ദെൻ എന്ത് ചെയ്യുക? ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 6 5 11, 11 3 14, 14 3 17, 17/7 എന്ന് പറഞ്ഞാൽ എന്താണ്? 17/17 എന്താണ്? 1. അപ്പോൾ 1/1 എന്ത് വരും? 46 വരും. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ ഇൻറ്റിജേഴ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 4 പ്രാവശ്യം എന്തുണ്ട്? 99 ഉണ്ട്. അപ്പോൾ 99 ഇൻറ്റു 4. ഓക്കെ. 99 ഇൻറ്റു 4 നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 100 - 1 അല്ലേ 99 എന്ന് പറഞ്ഞാൽ? അതായത് 400ൽ നിന്ന് നിങ്ങൾ എന്ത് കുറയ്ക്കുക? 4 കുറയ്ക്കുക. 396 വരും. ഓക്കെ അല്ലേ? ദെൻ 1/12, 1/4, 1/6, 1/3. അത് നിങ്ങൾ ആ ഫ്രാക്ഷൻസ് മാത്രം എടുത്ത് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ?
ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഇപ്പോൾ 1/12, 1/4, 1/6 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 ആയിരിക്കും വരിക കേട്ടോ. അപ്പം 396 ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 397. ഈ 1/12, 1/4, 1/6, 1/3 എന്ത് ചെയ്യണം? ഒരേപോലെ ഡിനോമിനേറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ 4, 2, 3, 4, 3, 7, 8, 9 ഇൻറ്റു 3 അല്ലേ? 3. ഇവിടെ ഇൻറ്റു 2 വരണ്ടേ? ഇവിടെ ഇൻറ്റു 4. അപ്പം 4, 3, 7, 8, 9, 10. 10 അല്ലേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, 10/12 വരും. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പം അതായത് പറയാൻ ഉദ്ദേശിച്ചത് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രാക്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? ഇപ്പോൾ 1/12, 1/4, 1/6, 1/3 ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ പോരെ? മതിയല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് എല്ലാത്തിനകത്തും ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി. ബാക്കി 99 എല്ലാം കൂടെ സെപ്പറേറ്റ് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇത് മാത്രം എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കുക. അപ്പം ഫ്രാക്ഷൻ വരുമ്പോഴത്തേക്കും ഇൻഡിജേഴ്സ് സെപ്പറേറ്റ് ചെയ്തത്, ഇൻഡിജർ പാർട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രാക്ഷൻസ് വേറെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് സ്പീഡപ്പ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ഡെയിലി എന്താണ്? ഡെയിലി ഈ കാര്യങ്ങൾ, അതായത് കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടേബിള്, സ്ക്വയർ, ആ കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് ഒരുപാട് ആപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കാൽക്കുലേഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള. നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഈ പറഞ്ഞ ആഡിഷൻ, സബ്ട്രാക്ഷൻ, അതൊക്കെ സ്പീഡപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ് ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ആപ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ഒന്ന് എടുക്കുക. ഓക്കെ, അതിനകത്ത് ഡെയിലി ഒരു 15 മിനിറ്റ്സ് കാൽക്കുലേഷൻ, ഇപ്പോൾ അടയുടെയൊക്കെ കുറേ സൈറ്റ് ഉണ്ട് കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊന്ന് പർച്ചേസ് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാൽക്കുലേഷൻ കാരണം നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ആയതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട്. കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്താലേ ചെയ്യാൻ പറ്റൂ. അതിനോടൊപ്പം തന്നെ ഓപ്ഷൻസും കൂടെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യുക. ഇനി വൈകിക്കലും നോട്ടിഫിക്കേഷനൊക്കെ വന്നു, ഇനി വൈകിക്കുവാണെങ്കിൽ കാര്യം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.